ഞാൻ ആ സംഭവം വായിച്ചിട്ട് എനിക്ക് അന്ന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. എന്നാ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. എന്താ അതെന്ന് വെച്ചാൽ, ഒരു ഭർത്താവ് ഗൾഫിലാണ്. അയാള് ഗൾഫിൽ 3 കൊല്ലം നിരന്തരമായി അധ്വാനിച്ചിട്ട് ഭാര്യയുടെ തലയണമന്ത്രം കേട്ട് ഒരു നല്ല വീട്, റോഡ് സൈഡിൽ നല്ലൊരു വീട് ഉണ്ടാക്കുകയാണ്. നല്ലൊരു വീടൊക്കെ ഉണ്ടാക്കിയിട്ട് ആ വീട്ടിൽ കൂടാൻ വേണ്ടി അയാൾ നാട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുകയാണ്. ഈ സംഭവം ശരിക്ക് കേട്ടോളി, ശരിക്ക് ശ്രദ്ധിച്ചോളി. ആധുനികമായ ദാമ്പത്യ ജീവിതത്തിന്റെ അവസ്ഥകളെ ശരിക്കും മനസ്സിലാക്കാൻ. അങ്ങനെ നാട്ടിലേക്ക് വരാനിരിക്കുന്ന സമയത്ത് ഭാര്യ വീണ്ടും വിളിക്കാൻ, നിങ്ങൾ വരാനായിട്ടില്ല, വീട്ടിൽ കൂടെ നമുക്ക് പിന്നെയാക്കാം. അടുത്ത ഗോപാലകൃഷ്ണൻ എന്ത് ചെയ്തിട്ടുണ്ട്? അയാൾ ഒരു 4 വീലർ വാങ്ങിയിട്ടുണ്ട്, ഒരു ഓമിനി വാങ്ങിയിട്ടുണ്ട്, നമുക്കൊരു സൈക്കിൾ പോലും ഇല്ല. അതുണ്ടായിട്ട് ഏതായാലും ഒരു നല്ല വീടുണ്ടായല്ലോ, ഇനി 4 ചക്കറുള്ള ഒരു വണ്ടി ഉണ്ടായിട്ട് നിങ്ങൾ ഇങ്ങോട്ട് പോന്നാ മതി. അപ്പൊ സ്നേഹത്തോടു കൂടി ഭാര്യ പറയാണല്ലോ, അയാൾ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തു. നോക്കണേ, 3 കൊല്ലം ഗൾഫിൽ നിന്ന് കഷ്ടപ്പെട്ട് ത്യാഗമനുഭവിച്ച് വീടുണ്ടാക്കി ആ വീട് കാണാൻ പുറപ്പെടാൻ ആര് സമ്മതിച്ചില്ല? അവന്റെ പ്രിയതമ, അവന്റെ ഭാര്യ സമ്മതിച്ചില്ല. അങ്ങനെ അയാൾ വീണ്ടും നിൽക്കുകയാണ് 2 കൊല്ലം. 2 കൊല്ലം നിന്ന് വാഹനം വാങ്ങിക്കാനുള്ള പൈസ അധ്വാനിച്ച് ഗൾഫിൽ നിന്നുണ്ടാക്കി ഭാര്യയ്ക്ക് അയച്ചു കൊടുക്കാൻ. അങ്ങനെ അവരൊരു വണ്ടി വാങ്ങി പിന്നെ അയാൾ നാട്ടിലേക്ക് പുറപ്പെടാൻ നിൽക്കുകയാണ്. അങ്ങനെ ടിക്കറ്റൊക്കെ ഓക്കെ ആക്കി നാട്ടിലേക്ക് പുറപ്പെടുന്നതിന്റെ തലേ ദിവസം എന്തായി? അയാൾ ഗൾഫിൽ വെച്ച് മരിച്ചു. അവസാനിച്ചില്ല. ഒറിജിനലായിട്ട് നടന്നതാണ് കോഴിക്കോട് ജില്ലയിൽ. അയാൾ അവിടുന്ന് മരിച്ചു. അങ്ങനെ അയാളുടെ അയാളുടെ ബോഡി എയർപോർട്ടിലേക്ക് കൊണ്ടുവരികയാണ്. അയാളുടെ ബോഡി. അപ്പൊ എയർപോർട്ടിലേക്ക് പുറപ്പെടുമ്പോ അയൽവാസിയായ ഡ്രൈവർ ഇവളോട് ചോദിക്കാൻ, അത്രേ, നീ ആദ്യമായിട്ട് വാങ്ങിയ വണ്ടി റോട്ടിലിറക്കിയിട്ട് ആദ്യമായിട്ട് ഒരു മയ്യത്താണോ കാറിൽ കയറ്റുന്നത്, വണ്ടി കയറ്റുന്നത്? അതൊരു അപശകുനമല്ലേ എന്ന്. അപ്പൊ ഈ പെമ്പറിനോട് പറഞ്ഞത്രേ, ശരിയാണല്ലോ, ആദ്യം തന്നെ എന്റെ കാറിൽ എന്റെ ഭർത്താവിന്റെ മയ്യത്ത് കയറ്റണ്ട, നമുക്ക് ടാക്സി വിളിക്കാം, ആലോചിക്കണം, വാടകയ്ക്ക് വിളിച്ചു. എയർപോർട്ടിൽ വന്നു, മയ്യത്ത് ഏറ്റുവാങ്ങി. കല്ലായി പാലം കിടക്കുമ്പോൾ ഡ്രൈവർ വീണ്ടും ചോദിക്കാനത്രേ, നീ പുതുതായി നിർമ്മിച്ച വീട്ടിലേക്ക് ആദ്യമായി സ്വീകരിക്കുന്ന സ്വീകരണം ഒരു മയ്യത്താണോ? അത് ഒരു അപശകുനമല്ലേ? അതുകൊണ്ട് ഈ മയ്യത്ത് തറവാട്ടിലേക്ക് കൊണ്ടുപോകാം. ആലോചിക്കണം, ചിന്തിക്കണം. ആധുനിക സ്ത്രീകളുടെ മനോഗതം നിങ്ങൾ ആലോചിക്കണം. ആധുനിക സ്ത്രീകളുടെ, വിശിഷ്യ പലപ്പോഴും ഗൾഫ് ഭർത്താക്കന്മാരുടെ ഭാര്യമാരുടെ ഒരു അവസ്ഥ എന്താ അറിയോ? ഭർത്താവിന്റെ ഡ്രാഫ്റ്റ് വേണം. ഭർത്താവിന് ഫോൺ ചെയ്യുന്നത് പോലും എൻ്റെ ഭർത്താവിനെ വിളിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടല്ല, അടുത്ത ആഴ്ചന്റെ കൃത്യത്തിന്റെ ഡ്രാഫ്റ്റ് ഞാൻ വിളിക്കാത്തതിന്റെ പേരിൽ മുടങ്ങിപ്പോകരുതെന്നുള്ളതുകൊണ്ടാണ്. അള്ളാന്റെ കോടതിയിൽ ഇവർ ഒരുമിച്ച് കൂടുമ്പോൾ ഞാൻ പറഞ്ഞ നിങ്ങൾ വിശ്വസിക്കുകയില്ല. ഏറ്റവും കൂടുതൽ, അതായത് ഭർത്താവ് കൊടുക്കുന്ന സാരിക്കുള്ള പൈസ വേണം, ബാക്കിയുള്ളതിനുള്ള പൈസ വേണം, ബാക്കി എല്ലാ കാര്യവും വേണം. പക്ഷേ ഭർത്താവിന് കൊടുക്കേണ്ട മനസ്സും ശരീരവും വേറൊരുത്തനെ കൊടുത്തവരാണ് സ്ത്രീകളിൽ ഒരു വിഭാഗമാണ്. മനസ്സിലായോ? അള്ളാഹു നിങ്ങളെ എങ്ങനെയാണ്, പരലോകത്തെ അള്ളാഹു എങ്ങനെയാണ് ഈ മനുഷ്യരെ കാണുന്നത് എന്നതിനെ കുറിച്ച് ഗൗരവമായി നാം ആലോചിക്കണം.